വചനം വചനം ത്രിയേക ദൈവമാം വചനം വചനം. ശ്രീബുദ്ധൻ്റെ അവസാന നാളുകളിൽ ഒരിക്കൽ ശിഷ്യന്മാർ ഗുരുവിനോടൊന്ന് ചോദിച്ചു, ഗുരു, അങ്ങേ ഓർക്കാനായി ഞങ്ങൾക്ക് എന്തെങ്കിലും തരിക. അപ്പോൾ ഗുരു ഒരു കൈക്കുമ്പിളിൽ നല്ല വെണ്മയുള്ള സൗരഭ്യമുള്ള മുല്ലപ്പൂക്കൾ വാരി അവർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ സൂക്ഷിക്കുക. അവർ മോണസ്ട്രിയിൽ പ്രാർത്ഥനാ മുറിയിൽ ആ മുല്ലപ്പൂ നിക്ഷേപിച്ചു. അതിൻ്റെ സൗരഭ്യം ആ മുറിയിലെങ്ങും പരന്നു. കുറേ നാളുകൾക്ക് ശേഷം മുല്ലപ്പൂ പതുക്കെ വാടിത്തുടങ്ങി. അതിൻ്റെ സൗരഭ്യം കുറഞ്ഞു വന്നു. പിന്നെയും കുറേ നാളുകൾക്ക് ശേഷം ശിഷ്യന്മാരുടെ മനസ്സിൽ നിന്നും ഗുരുവിനെ പറ്റിയുള്ള ഓർമ്മകളും കുറഞ്ഞു വന്നു. ഒരിക്കൽ യേശുവിൻ്റെ ശിഷ്യന്മാർ വന്ന് യേശുവിനോട് ചോദിച്ചു, ഗുരു, അങ്ങയുടെ ഓർമ്മയ്ക്കായി ഞങ്ങൾക്ക് എന്തെങ്കിലും തരിക. ക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് അപ്പമെടുത്ത് വാഴ്ത്തി മുറിച്ച് കൊടുത്തുകൊണ്ട് പറഞ്ഞു, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് നിങ്ങൾ സ്വീകരിക്കുക. അങ്ങനെ ആ അപ്പം അവർ സ്വീകരിച്ചപ്പോൾ അവർ ക്രിസ്തുവിൻ്റെ ഭാഗമായി മാറി, അല്ലെങ്കിൽ ക്രിസ്തു അവരുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗമായി മാറി. നമുക്കറിയാം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് നമുക്ക് മാംസവും രക്തവുമായി തീരുന്നത്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു മനുഷ്യ അവയവം നമ്മൾ സ്വീകരിക്കുമ്പോൾ പതുക്കെ ആ അവയവം നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗമായി മാറുന്നു. പിന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായി മാറുന്ന ആ അവയവം നമ്മളറിയാതെ തന്നെ അവസാനം വരെ നമ്മളത് ഓർത്തുകൊണ്ടിരിക്കും. അപ്പോൾ അതുപോലെ ക്രിസ്തു നൽകുന്ന ഈ ശരീരവും രക്തവും നമ്മൾ സ്വീകരിക്കുമ്പോഴെല്ലാം നമ്മളറിയാതെ തന്നെ അതിൻ്റെ ഓർമ്മ നമ്മളിൽ തന്നെ നിക്ഷേപിക്കുന്നു. നമ്മളതിൻ്റെ ഒരു ഭാഗമായി തീരുകയാണ്. ലോകപ്രശസ്തനായ പോപ്പ് രാജാവ് മൈക്കിൾ ജാക്സൺ, അദ്ദേഹത്തിൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു എങ്ങനെയും 150 വർഷം ജീവിക്കുക. അപ്പം അതിനുവേണ്ടി കൊട്ടാര സദൃശ്യമായ അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ അദ്ദേഹം 12 ഡോക്ടർമാരെ നിയോഗിച്ചു. അവരുടെ ദൗത്യമെന്ന് പറയുന്നത് എല്ലാ ദിവസവും അദ്ദേഹത്തിൻ്റെ കാലിലെ വിരൽ മുതൽ തലമുടി വരെ പരിശോധിച്ച് ഉറപ്പുവരുത്തുക. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ വർക്കൗട്ടിന് വേണ്ടി പിന്നെയും 15 പേരെ അവിടെ ഉപയോഗിച്ചിരുന്നു. പിന്നെ അദ്ദേഹം കഴിക്കുന്ന ഭക്ഷണപാനീയങ്ങളെല്ലാം തന്നെ ലാബിൽ വെച്ച് ടെസ്റ്റ് ചെയ്ത് ഉറപ്പുവരുത്തിയ ശേഷമാണ് അദ്ദേഹം ഭക്ഷിച്ചിരുന്നത്. പക്ഷേ എങ്കിൽ പോലും ഇവയ്ക്കൊന്നിനും അദ്ദേഹത്തിൻ്റെ ആയുസ് നീട്ടിക്കൊടുക്കുവാനായി സാധിച്ചില്ല. 50ാമത്തെ വയസ്സിൽ പ്രൊപ്പഫോൾ എന്ന ലഹരി ഉപയോഗിച്ച് അദ്ദേഹം മരണത്തിന് അടിമപ്പെട്ടു. യേശു നമുക്കൊരു ഫ്രീ ഗിഫ്റ്റ് നൽകുന്നുണ്ട്, ഒരു നിത്യജീവൻ. അതായത് 150 വർഷമല്ല, എന്നേക്കുമായി ജീവിക്കുവാൻ വേണ്ടി നൽകുന്ന ഒരു വലിയ സമ്മാനം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 51-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, സ്വർഗ്ഗത്തിൽ നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പം ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ഈ ലോകത്തിന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എന്ന് പറയുന്നത് എൻ്റെ ശരീരമാണ്. ഇപ്പോൾ ക്രിസ്തു നൽകുന്ന നിത്യജീവൻ എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ശരീരം തന്നെയാണ്. ഈ അപ്പം ഭക്ഷിച്ചാൽ അവർക്ക് നിത്യജീവൻ ഉണ്ടെന്നാണ്. അപ്പോൾ എന്താണ് ഈ നിത്യജീവൻ? ഈ നിത്യജീവൻ എന്ന് പറയുന്നത് യേശുവിൽ ആയിരിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ യേശുവിനോടൊപ്പമുള്ള അവസ്ഥ. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 56-ഉം 57-ഉം വാക്യങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവിക്കുന്നവനെ പിതാവ് എന്നെ അയച്ചു, ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കുന്നു. ഇപ്പോൾ നിത്യജീവൻ എന്ന് പറയുന്നത് യേശുവിനോടൊപ്പം ആയിരിക്കുന്ന അവസ്ഥ. അങ്ങനെയെങ്കിൽ എന്താണ് ഈ മരണം? നമുക്കറിയാം, ശാരീരികമായ ഒരു മരണം. എന്നാൽ നമ്മളിവിടെ ഉദ്ദേശിക്കുന്ന മരണം എന്താണ്? അത് യേശുവിൽ നിന്ന് അകന്നു പോകുന്ന അവസ്ഥ, അല്ലെങ്കിൽ പാപ സാഹചര്യത്തിൽ മുഴുകി കഴിയുന്ന അവസ്ഥ. അതാണ് സത്യത്തിൽ മരണം. ധൂർത്തപുത്രൻ്റെ ഉപമ നമുക്കറിയാം. ധൂർത്തപുത്രൻ തൻ്റെ പിതാവിൽ നിന്നും തൻ്റെ ഓഹരി വാങ്ങി ദൂരെ പോയി ധൂർത്തടിച്ച് ജീവിക്കുകയാണ്. തിരിച്ചു വരുമ്പോൾ ആ പിതാവ് മകനെ സ്വീകരിക്കുന്നു. ആ പിതാവ് പറയുന്നു, ലൂക്കയുടെ സുവിശേഷം 15-ാം അധ്യായം 24-ാം വാക്യത്തിൽ, എൻ്റെ ഈ മകൻ മൃതനായിരുന്നു, അവൻ ഇതാ വീണ്ടും ജീവിക്കുന്നു. അവൻ നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ വീണ്ടും കിട്ടിയിരിക്കുന്നു. അപ്പോൾ ആ പിതാവ് അവിടെ പറയുന്നത്, എൻ്റെ ഈ മകൻ മൃതനായിരുന്നു,
അതിനർത്ഥം ആ പിതാവിൽ നിന്നും അകലെയായിരുന്നു. പിതാവിൽ നിന്നും മാറി നിൽക്കുന്ന അവസ്ഥയാണ് യഥാർത്ഥത്തിൽ മരണം. പിന്നെ അപ്പോൾ ഈ ജീവൻ മരണം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ കൂടെ ആയിരിക്കുന്ന അവസ്ഥ ജീവൻ, ക്രിസ്തുവിൽ നിന്ന് അകന്നു പോകുന്ന അവസ്ഥ മരണം. മഹാഭാരതത്തിൻ്റെ കഥ നമുക്കറിയാം. മഹാഭാരതത്തിൽ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് പാണ്ഡവരും കൗരവരും കൃഷ്ണ ഭഗവാനോട് സഹായത്തിനായി വരികയാണ്. അപ്പോൾ കൃഷ്ണനോട് ചോദിക്കുന്നു, അങ്ങയുടെ സഹായം ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. അപ്പോൾ കൃഷ്ണൻ അവിടെ അവർക്കൊരു ഓഫർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിരായുധനായ എന്നെയാണ് വേണ്ടത്, അല്ലെങ്കിൽ ആയുധധാരികളായ എൻ്റെ 10 കോടി സൈനികരാണ് വേണ്ടത്. അപ്പോൾ കൗരവർ വന്ന് പറയുന്നു, ഞങ്ങൾക്ക് ആയുധധാരികളായ എന്തിനു സജ്ജരായ 10 കോടി സൈനികരെ മതിയെന്നു. പക്ഷേ പാണ്ഡവർ ആവശ്യപ്പെടുന്നതോ നിരായുധനായ അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടായാൽ മാത്രം മതി. അപ്പോൾ കഥയുടെ അവസാനം നമുക്കറിയാം, നിരായുധനായ ശ്രീകൃഷ്ണൻ്റെ കൃപ കൊണ്ടാണ് പാണ്ഡവർ കൗരവരെ കീഴടക്കുന്നത്, അവർ വിജയിക്കുന്നത്. അപ്പോൾ യേശുവും നമുക്ക് ഒരു വലിയ സമ്മാനം നൽകുന്നുണ്ട്. യേശുവിൻ്റെ ഓഫർ എന്ന് പറയുന്നത് യേശു അല്ലെങ്കിൽ ലോകം. അപ്പോൾ യേശു ലോകത്തെയാണ് നമ്മൾ സ്വീകരിക്കുന്നതെങ്കിൽ അത് നമ്മളെ നാശത്തിലേക്ക് മാത്രമേ നയിക്കത്തുള്ളൂ, അത് മരണത്തിലേക്ക് നമ്മളെ നയിക്കുന്നു. എന്നാൽ ക്രിസ്തുവാകുന്ന വലിയ ഓഫർ നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ അത് നമ്മളെ വിജയത്തിലേക്കും പിന്നെ നിത്യജീവനിലേക്കും നയിക്കും. അപ്പോൾ യേശു നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് യേശുവിൻ്റെ തന്നെ ശരീരമാണ്. ആ ശരീരം നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മൾ യേശുവിൻ്റെതായി മാറുകയാണ്, നമ്മൾ യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി മാറുകയാണ്. അപ്പോൾ ഈ നിത്യജീവൻ എന്ന് പറയുന്നതാണ് അനുദിനം അല്ലെങ്കിൽ എല്ലാ ഞായറാഴ്ചയും നമ്മൾ സ്വീകരിക്കുന്ന പരിശുദ്ധ കുർബാന. ആ പരിശുദ്ധ കുർബാന തന്നെയാണ് യഥാർത്ഥത്തിൽ നിത്യജീവൻ നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയുള്ള നമ്മുടെ ജീവിതത്തിൽ ഈ വിശുദ്ധ കുർബാനയെ, നിത്യജീവൻ നൽകുന്ന യേശുവിൻ്റെ ശരീരത്തെ വിശുദ്ധിയോടും വിശ്വാസത്തിനും കൂടെ നമുക്ക് സ്വീകരിക്കാം. അങ്ങനെ നിത്യമായി യേശുവിനോടൊപ്പം ആയിരിക്കുവാനായിട്ട് പരിശ്രമിക്കാം. അതിനുവേണ്ടി സർവശക്തനായ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്ദി.